ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മുടികൊഴിച്ചിൽ അവസ്ഥയെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, വട്ടത്തിൽ മുടികൊഴിച്ചില് അല്ലെങ്കിൽ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന അവസ്ഥ. ഇത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബാൾഡ് സ്പോട്ടുകളായിട്ട് നമ്മുടെ തലയോട്ടിയിലെ പല പല സ്ഥലങ്ങളായിട്ട് കാണാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മളിത് ശ്രദ്ധിക്കുക. വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറെ സമീപിക്കും. ഡോക്ടർ ചിലപ്പോൾ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് പറയും. അത് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സമയത്ത് ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിലും പിന്നീടുള്ള അത് തിരിച്ചു വരാനും പിന്നീട് അത് പൂർണ്ണമായിട്ട് ആ ബുദ്ധിമുട്ട് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് ആയുർവേദ ഡോക്ടറെ സമീപിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ സമീപിക്കുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ടിന്റെ കാരണത്തിനെ മനസ്സിലാക്കിയായിരിക്കും പലപ്പോഴും ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഇവിടെ തലയോട്ടിയിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ തലയോട്ടിയുടെ ചില ഭാഗങ്ങളിൽ എന്നതിലുപരി തലയോട്ടിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ബാൾഡ് സ്പോട്ട് കാണാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് എലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇനി ഈ ഒരു അവസ്ഥ ചിലപ്പോൾ നമ്മുടെ തലയോട്ടിയിൽ മാത്രമല്ല കാണും. ഇപ്പൊ പലപ്പോഴും പുരുഷന്മാരില് അവരുടെ താടി ഭാഗത്ത് മീശ ഭാഗത്തൊക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില സമയത്ത് നമുക്കിത് ശരീരം മൊത്തമായിട്ട് വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഇതൊരു മുടികൊഴിച്ചിൽ എന്നതിലുപരി ഇതിനെ ആയുർവേദം കാണുന്നത് ഒരു സ്കിൻ ഡിസീസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ത്വക്ക് രോഗമായിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനെ നമ്മൾ ആയുർവേദത്തിലെ ഇന്ദ്രലുപ്ത എന്ന് പറയുന്ന ഒരു ഡിസീസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തലയോട്ടിയുടെ ആ ഒരു ആവരണം, അതൊരു ആ ഒരു സ്കിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നില് കഫ സംബന്ധമായിട്ടുള്ള ഒരു ആവരണം വരികയാണ്. കഫ രീതി അല്ലെങ്കിൽ കഫത്തിന്റെ ഒരു ആവരണം വരുന്ന ഒരു അവസ്ഥയാണ് ആയിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവിടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ ബ്ലഡ് സർക്കുലേഷൻ വരാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കൃത്യമായിട്ട് മുടിയുടെ ഗ്രോത്തിനെ അത് ബാധിക്കാനായിട്ട് തുടങ്ങും. അവിടെ ബാൾഡ് സ്പോട്ടുകളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയുമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആയുർവേദ വിധി പ്രകാരം പറയുകയാണെങ്കിൽ ഇവിടെ രക്തം ദുഷിക്കുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ പിത്തദോഷത്തിനും ദുഷിപ്പ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും ശമിപ്പിക്കാനുള്ള ഔഷധങ്ങളാണ് നമ്മൾ ആയുർവേദത്തില് ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പലതരം കഷായ യോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ചൂർണങ്ങൾ ഉപയോഗിക്കാറുണ്ട്, രസായന പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്, നസ്യം ഉപയോഗിക്കാറുണ്ട്, സ്ഥിരാവത പോലത്തെ ട്രീറ്റ്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട്, ലീച്ച് തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാക്കാറുണ്ട്. ഇത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ചിലവർക്ക് ശമനൌഷധീസ് ഉള്ളിലേക്ക് ഇന്റേണൽ മെഡിസിൻ കൊണ്ട് തന്നെ നല്ല മാറ്റം വരുന്നതായിട്ട് കാണാം. പക്ഷെ ചില ആളുകൾക്ക് അവർക്ക് ക്ലിനിക്കിൽ വന്നിട്ട് തന്നെ ഈ ജലൗകാവചരണം പോലെ അല്ലെങ്കിൽ സ്ഥിരാവത പോലത്തെ കൊച്ചു കൊച്ചു ട്രീറ്റ്മെന്റ്സുകളിലൂടെ പിന്നെ ഉള്ളിലേക്കും ഔഷധം എടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും മാറ്റം കിട്ടുന്നത്. അങ്ങനെ പലർക്കും അവരവരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കുന്നത്. പിത്തദോഷത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ വിരേചന എന്ന് പറയുന്ന ചികിത്സ, വിരേചനം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ രക്തത്തിനെ ദുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ രക്തത്തിനെ ദുഷിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റി രക്തത്തിന്റെ ആ ഒരു ദുഷിപ്പ് മാറ്റി കൃത്യമായിട്ട് പ്യൂരിഫിക്കേഷൻ തെറാപ്പിയിലൂടെയും പേഷ്യൻസിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ ചില ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ പിത്തദോഷവും രക്തവും ദുഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളില് നല്ല രീതിയിൽ ചൂട് കൂടുതലായിരിക്കും ഇത്തരം ശരീരപ്രകൃതിയുള്ള ആൾക്കാർക്ക്. അപ്പൊ ചൂട് കുറയ്ക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കണം. അപ്പോൾ കോഴിയുടെ മാംസ്യം തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. തൈര് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, ഇപ്പോ ഉപ്പ് കൂടുതലുള്ളത്, പുളി കൂടുതലുള്ളത്, ഇപ്പൊ മീൻകറിയിലൊക്കെ നമ്മൾ പുളി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അച്ചാറ് കഴിക്കാൻ പാടില്ല, ഉപ്പിലിട്ടത് കഴിക്കാൻ പാടില്ല, ഉപ്പ് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞ സ്പൈസ്, ഉപ്പ്, പുളി ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരാറുണ്ട്. മനസ്സിലായോ? പിന്നെ അതുപോലെ ആയുർവേദ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഇത്തരം പഥ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ രക്തത്തിന്റെ ദുഷിപ്പും പിത്തദോഷത്തിന്റെ ദുഷിപ്പും മാറി എന്നതിലുപരി അവിടെ നമ്മൾ ഔഷധങ്ങൾ കൂടി കൊടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമാണ് പൂർണ്ണമായുള്ളൊരു ആ ഒരു വേരിയേഷൻസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഡയറ്റ് എന്തൊക്കെയാണ് ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഡയറ്റിലൂടെ മാത്രം നമുക്ക് ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഉള്ളിലേക്ക് ഔഷധം എടുക്കേണ്ടതുണ്ട്. ചില ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ചില അവസ്ഥകളിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടുമ്പോഴാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കാം, ചുവന്നുള്ളി കൊണ്ടുള്ള രീതിയിൽ. അപ്പൊ ചെറിയ രീതിയിലുള്ള തുടക്കമാണെങ്കിലൊക്കെ നമുക്ക് ആ രീതിയിലുള്ള
ഔഷധങ്ങളൊക്കെ നമ്മൾ ഒറ്റമൂലികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങരുത്, ഉള്ളിലേക്ക് നമ്മൾ ഔഷധം എടുക്കണം. പലതരത്തിലുള്ള പ്രയോഗങ്ങൾ, ഈ ഇന്ദ്രലുപ്ത ലേപം പോലത്തെ പ്രയോഗങ്ങളുണ്ട്. പക്ഷെ അതില് നമ്മൾ ഉള്ളിലേക്കും കൂടി ഔഷധം എടുക്കുമ്പോൾ എക്സ്റ്റേണലി പുരട്ടുന്ന തൈലങ്ങളും ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് നീലബൃങ്കാതി തൈലം, മാലത്യാദി. പക്ഷെ ഇതിലൊന്നും ഒതുങ്ങരുത്. ഇതിനേക്കാളും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഔഷധമാണ് എപ്പോഴും ഗുണം ചെയ്യുന്നത്. അതൊരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ എടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം മുടിപൊഴിച്ചിൽ, വട്ടത്തിൽ മുടിപൊഴിച്ചിൽ എന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ആയുർവേദത്തിലൂടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ബൈ.